അപ്പൊ എല്ലാവർക്കും എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഇന്ന് വരാം നാളെ വരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ മുങ്ങാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായെന്ന് നിങ്ങളൊക്കെ തന്നെ വിചാരിക്കുന്നുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ ഞാൻ ഇന്ന് പറയാം നാളെ പറയാം എന്നൊക്കെ പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്. ഇന്ന് ഞാൻ വീഡിയോ ചെയ്യാം നാളെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതുവരെ ചെയ്യാത്ത ഒരു വീഡിയോ. അത് വേറൊന്നും കൊണ്ടല്ല, കുറച്ച് ദിവസമായിട്ട് ചെയ്യണമെന്ന് വിചാരിക്കുമ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ ഓരോരോ തടസ്സങ്ങൾ വന്ന് നടക്കാതെ പോകുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു സത്യാവസ്ഥയെ. അല്ലാതെ ഞാൻ മനഃപൂർവ്വം മാറ്റി വെക്കുന്നൊന്നുമല്ലേ. അപ്പോൾ ഞാൻ ഇപ്പോഴും പറയുന്നത് എനിക്ക് തോന്നുന്നു ഞാൻ തുടക്കം തൊട്ടുള്ള മിക്ക വീഡിയോസിനകത്ത് ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, എനിക്ക് ചായ കുടിക്കാനായിട്ട് പറ്റില്ല എന്നല്ല, ഞാൻ ചായക്ക് വല്ലാതൊരു അഡിക്റ്റഡ് ആയിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ അതെനിക്ക് പറ്റാത്തൊരു കാര്യമാണ്. എൻ്റെ അടുത്ത ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുള്ളതാണ്, ചായ കാപ്പി ഈ വക കാര്യങ്ങളെല്ലാം തന്നെ ഒഴിവാക്കണം, പറ്റാവുന്നിടത്തോളം ഒഴിവാക്കണം. പിന്നെ 5, 6, 7, 8 എണ്ണം കുടിക്കുന്നതിൽ നിന്ന് ഒന്ന് കുറച്ചൊരു 2 എണ്ണം അല്ലെങ്കിൽ ഒരെണ്ണത്തിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കത് നിർത്തിയതാണ്, കംപ്ലീറ്റ് ആയിട്ട് ഞാൻ നിർത്തിയിരുന്നു. ചായ കാപ്പി എല്ലാ സാധനങ്ങളും നിർത്തിയതാണ്. പക്ഷെ പിന്നെ എവിടെ വെച്ച് എനിക്ക് കൈവിട്ട് പോയി എന്നുള്ളത് എനിക്കറിയത്തില്ല, എന്തെങ്കിലും കൈവിട്ട് പോയി. അപ്പോൾ വീണ്ടും എനിക്ക് പണി കിട്ടി തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു, ഇപ്പൊ ഏതായാലും എനിക്ക് ചാനലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ ഞാൻ നിങ്ങളെടുത്തും കൂടെ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാം. എന്നെ പോലെ അഡിക്റ്റഡ് ആയിട്ടുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കൊന്ന് റിക്കവർ ചെയ്യാൻ പറ്റുന്നെങ്കിൽ പറ്റട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നിങ്ങളോടും കൂടെ പറയാന്നൊക്കെ വിചാരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചാളായി, ഇതുവരെ നടന്നില്ലെന്നേ ഉള്ളൂ. അപ്പൊ എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞ മെയിൻ പ്രശ്നങ്ങൾ ഞാൻ പറയാം. എനിക്കുണ്ടായ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് അസിഡിറ്റി, അപാര അസിഡിറ്റിയാണ് കേട്ടോ. നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ലാത്ത അസിഡിറ്റി ഉണ്ടാവും. മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ഈ ചായ കുടിയാണ്. ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാനൊരു 4, 5, 6 ആ ഒരു റേഞ്ചിലോട്ട് പോകും. ചായ കാപ്പി ഈ വക സാധനങ്ങൾ 1 കുടിച്ചാലും 2 കുടിച്ചാലും ഈ സെയിം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ എന്ന് പറയുന്നത്. വെറും വയറ്റിലാണ് ഒരു ചായ കുടിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈശ്വര, അന്നത്തെ എൻ്റെ ദിവസം മൊത്തം പോക്കാം. കാരണം നന്നായിട്ട് അസിഡിറ്റി ഉണ്ടാകും. അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് വരും. ഞാൻ ഓൾറെഡി ഈ വീഡിയോസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു ഫോട്ടോ ഞാൻ ഇതിൽ ഇട്ടേക്കാം. ആ ഫോട്ടോ കാണുമ്പോൾ നിങ്ങളെല്ലാം വിചാരിക്കും ഞാനൊരു 7-8 മാസം എങ്ങാണ്ട് പ്രഗ്നന്റ് ആണെന്നുള്ളത്. പക്ഷെ സത്യാവസ്ഥ അതല്ല. ഈ 2-3 ദിവസം മുമ്പ് ഞാൻ എടുത്തൊരു ഫോട്ടോ വരുന്നത് ഞാൻ പ്രഗ്നന്റ് ആയതല്ല. ഒരു ദിവസം ഒരു 4-5 ചായ കുടിച്ചതിന് ശേഷം വൈകിട്ടായപ്പോഴത്തേക്ക് എനിക്ക് ആസിഡിറ്റി അങ്ങ് മൂത്തിട്ട് എൻ്റെ വയറൊക്കെ വീർത്ത് ഗ്യാസൊക്കെ ഫോം ചെയ്ത് ആകെ കുളം തോണ്ടിയിരിക്കുന്ന ഒരു ഫോട്ടോയാണ് ഞാൻ നിങ്ങൾക്ക് അതിനകത്ത് കാണിച്ചു തരുന്നത് കേട്ടോ. ഒരു 5 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് ചായ കൊടുക്കുന്ന ഏതെങ്കിലും അമ്മമാരോ അച്ഛന്മാരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും ഈ 5 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് ചായ കാപ്പി ഈ വക സാധനം കൊടുക്കരുത്. കമ്പൽസറി ആയിട്ട് അവർക്ക് കൊടുക്കരുത്. കാരണം അവരുടെ അയൺ അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞ സംഭവം നടക്കത്തേയില്ല. അവർക്ക് വേണ്ട ഫുഡിൽ നിന്ന് ആകെ 5 വയസ്സുള്ള താഴെയുള്ള കുഞ്ഞുങ്ങൾ കഴിക്കുന്നത് വളരെ കുറച്ചായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഫുഡല്ലേ കഴിക്കുള്ളൂ. അപ്പൊ അതിൽ നിന്ന് തന്നെ കിട്ടേണ്ട സാധനങ്ങൾ ഒന്നും അവർക്ക് കിട്ടാണ്ടാവും. അവരുടെ അയൺ അബ്സോർപ്ഷൻ കറക്റ്റ് ആയിട്ട് നടക്കത്തില്ല. അസിഡിറ്റി അവർക്കും ഫോം ചെയ്യും. അതുപോലെ തന്നെ അവർക്ക് HBയുടെ ലെവൽ കുറയും. അതിപ്പോ അവർക്കെന്നല്ല, നമുക്കാണെങ്കിൽ തന്നെ കുറയും. അനീമിക് ആയി പോകും. കാൽസ്യം, വൈറ്റമിൻസ്, മിനറൽസ് ഈ വക സാധനങ്ങളൊന്നും ഫുഡിൽ നിന്ന് കിട്ടേണ്ടത് ഒന്നും തന്നെ കിട്ടാണ്ടായി പോകും. വലിയ ആൾക്കാർക്കും അങ്ങനെ തന്നെയാണ് അസിഡിറ്റി ഞാൻ മെയിൻ ആയിട്ട് പറയുന്നതെന്ന് വെച്ചാൽ അതിന്റെ ബുദ്ധിമുട്ട് ഒരുപാട് അനുഭവിച്ചതും കൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. പിന്നെ HBയുടെ അളവ് കുറയും. HB എന്ന് പറഞ്ഞാൽ ഹീമോഗ്ലോബിൻ, നമ്മുടെ ബ്ലഡിന്റെ അളവ് കുറയും. നമ്മുടെ ബ്ലഡിന്റെ അളവ് കുറഞ്ഞാൽ നോർമലായിട്ട് നമുക്ക് എന്ത് പറയും, തലകറക്കം, ക്ഷീണം, വയ്യാഴികകൾ, മൊത്തത്തിൽ അങ്ങ് പണി കിട്ടിയൊരവസ്ഥയാണ്. അതായത് അനീമിക് ആയി പോകും. നമ്മൾ ബ്ലഡിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അനീമിക് ആയി പോകും. പിന്നെ നമ്മൾ ഫുഡിനോടൊപ്പമാണ് നമ്മൾ ചായ കാപ്പി ഈ വക സാധനങ്ങൾ കുടിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ ഫുഡിൽ നിന്ന് കിട്ടേണ്ട കാൽസ്യം, മിനറൽസ്, വൈറ്റമിൻസ് ഈ വക സാധനങ്ങൾ ഒന്നും നമ്മൾക്ക് കിട്ടത്തില്ല എന്നുള്ളതാണ് ഈ ചായയുടെ ഏറ്റവും വലിയൊരു ദോഷം. നമ്മൾ ഫുഡിനോടൊപ്പമായിരിക്കും മിക്ക ആൾക്കാരും ചായ കുടിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് കിട്ടേണ്ട ഒരു സാധനങ്ങളും ഈ ചായ കുടിക്കുന്നതുകൊണ്ട് തന്നെ കിട്ടില്ല. അബ്സോർപ്ഷൻ നടക്കില്ല എന്ന് പറയുന്നതിന്റെ മെയിൻ കാര്യം ഈ ചായയിൽ ടാനിന്, പോളിഫിനോൾസ് എന്ന് പറഞ്ഞ 2 കാര്യങ്ങളുണ്ട്. ഈ 2 സംഭവങ്ങൾ കൊണ്ടാണ് മെയിൻ ആയിട്ട് ഈ ചായ എന്ന് പറഞ്ഞാൽ ചായപ്പൊടി, അതായത് തേയിലപ്പൊടി, നമുക്ക് ഈ അയൺ അബ്സോർപ്ഷൻ നടക്കില്ല എന്ന് പറയുന്നത്. പിന്നെ ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസത്തെ ഒരു വാർത്തയിൽ തന്നെ ഉണ്ടായിരുന്നു, തേയിലയിൽ ഒരുപാട് തേയില പുതിയ ബ്രാൻഡുകൾ എന്ന് പറഞ്ഞ് ഓരോന്നും ഇറങ്ങുന്നുണ്ട്. മിക്കതും വ്യാജനാണ് എന്നുള്ളൊരു സത്യം. അതായത് നമ്മൾ ഒരു തവണ ആ ചായ കുടിച്ചു കഴിയുമ്പോൾ തന്നെ വീണ്ടും വീണ്ടും കുടിക്കണം എന്നുള്ളൊരു ടെൻഡൻസി നമുക്കുണ്ടാവും. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാൻ. നമ്മൾ കുടിക്കണമെന്ന് തോന്നും, നമ്മളൊരു ആഹാരം കഴിക്കുന്നു, അതായത് നമുക്ക് വിശക്കുന്ന സമയമാകുമ്പോൾ നമുക്ക് ചായ മതി എന്നുള്ളൊരു ലെവലിലോട്ട് കാര്യങ്ങൾ മാറിപ്പോകും. അപ്പൊ നമ്മൾ വിശക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ഓടിപ്പോയി ചായ വെച്ച് കുടിക്കും. അല്ലെങ്കിൽ നമ്മൾ പുറത്താണെങ്കിൽ ഒരു ചായ കുടിക്കും.
അതോടെ നമ്മുടെ വിശപ്പ് മാറും. വിശപ്പ് മാറുകയും ചെയ്യും. നമ്മൾ കറക്റ്റ് ലെവലിൽ ഫുഡ് കഴിക്കുന്ന പരിപാടി നമ്മളത് സ്റ്റോപ്പ് ചെയ്യും. അതിന് പകരം നമ്മൾ ചായ ആക്കും. അങ്ങനെ 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 പോയി ഒരു ദിവസം 8, 10 എന്നുള്ള ലെവലിലേക്ക് കാര്യങ്ങൾ അങ്ങ് മാറും. കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ അതിന് അഡിക്റ്റ് ആയി. അതായത് ഈ മദ്യത്തിന് അഡിക്റ്റ് ആണ് എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മൾ പലരും ചായക്കും അഡിക്റ്റ് ആണ്, ചായക്കും കാപ്പിക്കും അഡിക്റ്റ് ആണ്. നിങ്ങൾ ചുമ്മാ ഇരുന്ന് ചിന്തിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു സമയം കറക്റ്റ് ആയിട്ടല്ല, രാവിലെ എന്നും സ്ഥിരം ചായ കുടിക്കുന്ന ഒരു വ്യക്തിക്ക് ആ സമയത്ത് ആ ചായ കിട്ടിയില്ലെങ്കിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്തുമാത്രമാണെന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പൊ അത് തന്നെയാണ് നമ്മൾ ഒരു കാര്യത്തിന് അഡിക്റ്റ് ആണ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു തെളിവെന്ന് പറയുന്നത്. മാക്സിമം 5 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് ചായ കൊടുക്കാതിരിക്കുക. അതുപോലെ തന്നെ 8, 9, 10, 5, 6 എന്നുള്ള ലെവലിലേക്ക് ചായ കുടിക്കുന്ന ആൾക്കാർ വളരെയധികം ചുരുങ്ങി. കുടിക്കാതിരിക്കാൻ പറ്റില്ല എങ്കിൽ 2 എണ്ണം അല്ലെങ്കിൽ 1 എണ്ണം എന്നുള്ള ലെവലിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒതുക്കുക. കുടിക്കാതിരിക്കാം എന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഒരു കാരണവശാലും നിങ്ങൾ ആഹാരത്തിനോടൊപ്പം ഈ ചായ, കാപ്പി ഈ വക സാധനങ്ങൾ കുടിക്കാതിരിക്കുക. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഓടി വന്നിട്ട് ചായ കൂടി നിർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല എന്ന് എനിക്കറിയാം. എനിക്കും നടക്കില്ല. കാരണം ഞാൻ അത്രയും കാര്യമായിട്ട് കുടിച്ച് ശീലിച്ചു പോയതുകൊണ്ട്. എന്നാലും ഞാൻ ഒരു 3-4 മാസത്തേക്ക് നിർത്തിയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് മദ്യപിക്കുന്ന ആൾക്കാർ 3 മാസത്തേക്ക് മറ്റേ ഈ വെള്ളവടി നിർത്തി എന്ന് പറയുന്നത് പോലാണ് ഞാൻ ചായ കൂടി നിർത്തി എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പോൾ ഞാൻ വിചാരിച്ചിരിക്കുന്നു. അപ്പൊ ഇപ്പൊ എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞു കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയി തുടങ്ങി. ഇനി നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്തോട് വരണ്ട എന്ന് പറഞ്ഞത് കാരണം ഞാൻ വീണ്ടും പഴയതുപോലെ തന്നെ 2 എണ്ണത്തിൽ ഒതുക്കിക്കോളാൻ പറഞ്ഞു. 5, 6 എണ്ണം ഇടസമയത്തൊക്കെ കഴിക്കുന്ന പരിപാടി നടക്കില്ല എന്ന് കമ്പൽസറി ആയിട്ട് എന്നെ അടുത്ത് പറഞ്ഞു. അപ്പൊ ഞാൻ 2 എണ്ണത്തിൽ ഒതുക്കി. രാവിലെ കാപ്പി ഞാൻ എടുക്കത്തേ ഉള്ളൂ. ഇപ്പൊ നിങ്ങൾ വീഡിയോസ് ഞാൻ ഇടുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണാം, ഞാൻ കാപ്പി എടുക്കും. ചിലപ്പോൾ കുടിക്കും, ചിലപ്പോൾ കുടിക്കത്തില്ല. ചിലപ്പോൾ കുടിക്കുന്നില്ല, അപ്പൊ കുടിക്കാറില്ല. ചിലപ്പോൾ ഒരു ഗവള് കുടിച്ചിട്ട് ഞാൻ അതേപടി അവിടെ വെച്ചേക്കും, കുടിക്കാറില്ല. പിന്നെ ചായ ഫുഡ് കഴിച്ചു കഴിഞ്ഞ് ഫുഡിനോടൊപ്പം കുടിക്കരുത് എന്ന് പറഞ്ഞതുകൊണ്ട് ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ കുറേ സമയം കഴിഞ്ഞതിന് ശേഷം എപ്പോഴെങ്കിലും ഒരു ചായ കുടിക്കും. പിന്നെ വൈകുന്നേരം എനിക്ക് ചായ ഇല്ലായിരിക്കാൻ പറ്റത്തില്ല ഡോക്ടറെ ഞാൻ പറഞ്ഞത് കൊണ്ട് പറഞ്ഞു കുറച്ച് നാളത്തേക്ക് മാത്രം തരാം, അത് കഴിഞ്ഞിട്ട് തരത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ചായയും വൈകുന്നേരം ഏതെങ്കിലും ഒരു സമയത്ത് ചായയും കൂടെ കുടിക്കും, വൈകിട്ടൂടെ കുടിക്കും. അങ്ങനെ 2 എണ്ണത്തിൽ എന്നെ ഒതുക്കി ഡോക്ടർ. അപ്പൊ പിന്നെ ഇപ്പൊ നിങ്ങളോടും എനിക്ക് പറയാനുള്ളത് ഇത് തന്നെയാണ്, സെയിം കാര്യങ്ങൾ. മെയിനായിട്ട് അസിഡിറ്റി, രണ്ടാമത് അയൺ, കാൽസ്യം, പ്രോട്ടീൻസ്, മിനറൽസ് ഈ വക സാധനങ്ങളൊന്നും നമ്മുടെ ശരീരത്തിൽ കിട്ടത്തില്ല. പിന്നെ അയൺ അബ്സോർപ്ഷൻ നടന്നില്ലെങ്കിൽ നമ്മൾക്ക് അനീമിയ ഉണ്ടാകും, നമ്മുടെ HP കറക്റ്റ് ആയിട്ട് പോകത്തില്ല. പിന്നെ ആകെ തളർന്ന് ക്ഷീണം, വയ്യാഴിക കാര്യങ്ങളായിട്ട് എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ നമ്മൾ ആളുണ്ടോ എന്ന് ചോദിച്ചാൽ ആളുണ്ട് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും. നല്ല ചുറുചുറുക്കായിട്ട് സ്മാർട്ടായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ കമ്പൽസറി ആയിട്ട് ഒഴിവാക്കുക. അപ്പൊ ഇന്നത്തെ എൻ്റെ വീഡിയോസും കാര്യങ്ങളും നിങ്ങളോട് സംസാരിക്കാന്ന് പറഞ്ഞിട്ട് ചെയ്യാതിരുന്ന കാര്യങ്ങൾ ഇപ്പൊ ഞാൻ നിങ്ങളോട് കാര്യം പറഞ്ഞിട്ടുണ്ട്. ഒരാൾക്കെങ്കിലും പ്രയോജനമാകുന്നെങ്കിൽ ആവട്ടെ. അപ്പൊ എല്ലാവർക്കും